നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജത്തോടെ നടപ്പാക്കുകയും പുതിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുനലൂരിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടിവെള്ളത്തിനാണ്. പുനലൂർ കുടിവെള്ള പദ്ധതിയുടെ DPR സർക്കാരിന് സമർപ്പിച്ച് അംഗീകാരം വാങ്ങി നടപ്പാക്കും. ഒപ്പം പേപ്പർ മിൽ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ നഗര ശുചീകരണത്തിന് പ്രാമുഖ്യം നൽകുന്നുണ്ട്. ആധുനിക മാർക്കറ്റ്, മത്സ്യ മാർക്കറ്റ്, സ്ലോട്ടർ ഹൗസുകൾ എന്നിവ നിർമ്മിക്കും. അതുപോലെ തന്നെ നഗര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. ക്ലീൻ പുനലൂർ പദ്ധതിയുടെ ഭാഗമായിട്ട് വാർഡുകളിലെ നിരത്തുകളിലെ പ്ലാസ്റ്റിക്കുകളും മലിന വസ്തുക്കളെല്ലാം ഞങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഗ്രീൻ വാളണ്ടിയേഴ്സുമായിട്ട് ചേർന്ന് അവരോടൊപ്പം തന്നെ കുടുംബശ്രീ യൂണിറ്റുകളുമായിട്ട് ചേർന്ന് ഓരോ വാർഡിലെയും കുടുംബശ്രീയിലെ 5 അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ് നൽകി, ഗ്രാസ് കട്ടിംഗ് ട്രെയിനിങ് നൽകി ഓരോ വാർഡുകളിലെ അവരെ മാലിന്യമുക്തമാക്കാൻ അവരെ ഏൽപ്പിക്കും. അതുപോലെ തന്നെ നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കും. BMBC നിലവാരത്തിൽ ടാർ ചെയ്ത് റോഡുകൾ വീതി കൂട്ടി വാർഡുകളിൽ ബന്ധിപ്പിക്കുന്ന മിനി ഹൈവേ ഞങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കുക എന്നുള്ള അതിലൂടെ നിലവിലുള്ള കുടിവെള്ള സ്രോതസ്സുകളുടെ മാലിന്യം പരിശോധിക്കാൻ നഗരത്തിലെ 3 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലാബുകൾ സ്ഥാപിച്ച് കുടിവെള്ളം പരിശോധന നടത്തി മാലിന്യം വിമുക്തമാക്കാൻ നടപടി ആരംഭിക്കും. കോവിഡുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കുടുംബങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു ഒക്കെ അതാത് വീടുകൾ കഴിയുന്നുണ്ട്. അവർ പല ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതെല്ലാം വിറ്റഴിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അത് എല്ലാ വാർഡുകളിലും ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്താനായിട്ട് ഞങ്ങൾ വാഹനങ്ങൾ വാങ്ങി വാർഡുകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇക്കോ ടൂറിസത്തിന് നല്ല പ്രാധാന്യമുള്ള സമയമാണ്. ഏഷ്യയിലെ 2ാമത്തെ വലിയ ഇക്കോ ടൂറിസം പദ്ധതിയുടെ അടുത്ത് കിടക്കുന്ന പട്ടണം എന്ന നിലയിൽ ടൂറിസത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ചെങ്കുളം ടൂറിസം പദ്ധതി, പിൽഗ്രിം ടൂറിസം പദ്ധതി എന്നിവ DTPCയുടെ സഹായത്തോടെ നടപ്പാക്കും. അതുപോലെ ബഡ് സ്കൂളുകൾ വിപുലീകരിക്കും. ആരോഗ്യമുള്ള തലമുറ എന്ന ലക്ഷ്യത്തിലൂടെ ICDS പദ്ധതികൾക്കായി കൂടുതൽ ഫണ്ടുകൾ ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ റെയിൽവേ ഫ്ലൈ ഓവർ, KSRTC ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ എന്നിവ നടപ്പാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതുപോലെ തന്നെ പ്ലാച്ചേരിയിലെ ലൈഫ് പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ടൗൺ ഹാൾ നിർമ്മാണം അത് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പൂർത്തീകരണം അതെല്ലാം ഞങ്ങൾ ഈ കൗൺസിലിൽ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നഗരസഭയുടെ 7 നില കോംപ്ലക്സ് അതിൻ്റെ പുനരുദ്ധാരണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നടപടികൾ സ്വീകരിക്കും. അതൊരു റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും. നഗരസഭയിലെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ, തെരുവിളക്കുകൾ, വൈദ്യുതി ചാർജ് പൂജ്യത്തിലെത്തിക്കാനായി നഗരസഭയുടെ സ്ഥാപനങ്ങളിൽ സോളാർ പാനൽ നടപ്പാക്കും. അത് സ്ഥാപിക്കാനും നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ പൗരാവകാശ രേഖ പ്രസിദ്ധീകരിക്കും. അതുപോലെ സോഷ്യൽ ഓഡിറ്റ് നടപ്പാക്കും. അതുപോലെ സമ്പൂർണ്ണ ശുചിത്വ നഗരപദ്ധതിയുടെ ഭാഗമായിട്ട് റിംഗ് കമ്പോസ്റ്റ് പദ്ധതി എല്ലാ വാർഡുകളിലും എത്തിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല പുതിയ പ്രോജക്റ്റുകൾ, പുതിയ പദ്ധതികൾ ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് ചെയ്യാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. പഴയതെല്ലാം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അടുത്ത മുതൽ മതിയല്ലേ, അത് പറയാന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ട കാര്യമില്ല.
കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. നമ്മുടെ നഗരസഭയുടെ ഭരണം തുടർ ഭരണമാണ്. അതുകൊണ്ട് തന്നെ വികസനവും തുടർ വികസനമായിരിക്കും. പാടാ സാറേ. തുടർ വികസനമായിരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് എത്തരത്തിൽ നടപ്പാക്കിയോ അതുപോലെ തന്നെ അക്കമിട്ട് നടപ്പാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് പുനലൂർ നഗരസഭ ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ എക്കോ ടൂറിസത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നഗരസഭ എന്ന നിലയിൽ എല്ലാ തരത്തിലും സമ്പൂർണ്ണ ശുചിത്വം, സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ കുടിവെള്ള മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി, അതുപോലെ നഗര സൗന്ദര്യവൽക്കരണം, അതുപോലെ നമുക്ക് ഇപ്പോൾ ടൗണിനകത്താണ് ഇപ്പോൾ റോഡുകളെല്ലാം വികസിച്ചിരിക്കുന്നത്. എന്നാൽ ടൗണിന് പുറത്ത് ടൗൺ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുമ്പോൾ ഒരു നഗരസഭയുടെ ഏറ്റവും മർമ്മപ്രധാന കാര്യമാണ് മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ നമുക്ക് നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല. ഇപ്പോൾ ഏതാണ്ട് 25 വർഷക്കാലമായി നമ്മുടെ നഗരസഭയ്ക്ക് മാസ്റ്റർ പ്ലാൻ ഇരിക്കുകയായിരുന്നു. ഞാൻ അടക്കം 2010-15 വർഷക്കാലത്താണ് മാസ്റ്റർ പ്ലാൻ, ഞാൻ ദിനേശ് സാറൊക്കെയുള്ള കൗൺസിൽ ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയത്. പിന്നെ ആ മാസ്റ്റർ പ്ലാൻ ഇനിയിപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക ഉള്ള ഒരു കാര്യമുള്ളൂ. ആയൂർ ശിവദാസൻ സാറിനൊക്കെ അറിയാം. അത് ടൗൺ പ്ലാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ് മാസ്റ്റർ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുകയും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ലിങ്ക് റോഡുകളുണ്ട്. ആ പ്രധാനപ്പെട്ട ലിങ്ക് റോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ നമുക്ക് നമ്മുടെ വിജയാസിൻ്റെ അവിടെ നിന്ന് മുന്നിൽ അതിലേക്കൂടെ പോയി കുതിരച്ചിറ ഇറങ്ങി കുതിരച്ചിറയെന്ന് നരിക്കൽ റോഡിൽ പുനലൂരേക്ക് വരണം. പുനലൂരേക്ക് വന്ന് ചൗക്ക റോഡിലൂടെ പേപ്പർ മിൽ റോഡ് കയറി ശാസ്താംകോണം ഭാഗത്തൂടെ വന്ന് നമ്മുടെ ശിവൻകോവിലിൻ്റെ ഭാഗത്ത് വന്ന് അക്കരയിലേക്ക് നെല്ലിപ്പള്ളിയിലേക്കൊരു പാലം. ആ പാലം മാസ്റ്റർ പ്ലാനകത്തുള്ളതാണ്. അത് അന്ന് നമ്മൾ തീരുമാനിച്ച മാസ്റ്റർ പ്ലാനകത്തുള്ളതാണ്. അത് കഴിഞ്ഞാൽ പഴയ ചാരിയക്കര റോഡ് വഴി കല്ലാർ വിളക്കോട്ടം വഴി വിളക്കോട്ടം പരപ്പിൽ ജംഗ്ഷനിൽ ചെന്ന് അങ്ങ് കലയനാട് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൽ കയറി അതിലേക്കൂടെ വന്ന് മെയിൻ ഹൈവേയിൽ കയറി ഹൈവേയിൽ നിന്ന് ഗ്രേസിംഗ് ബ്ലോക്ക് വഴി കൊച്ചുവിലാശ്ശേരി വഴി അങ്ങ് വട്ടപ്പട ഇറങ്ങി വട്ടപ്പട വന്ന് കക്കോട് കയറി കക്കോട് നിന്ന് ഐക്യരക്കോണം വഴി ഇതിലെ വന്ന് നമുക്ക് പുതിയ ഇപ്പോൾ പണിയുന്ന പാപ്പന്നൂർ TB ജംഗ്ഷൻ റോഡിലൂടെ വന്ന് നമ്മുടെ വാളക്കോട് വന്നിട്ട് അതിലെ ഇക്കരേക്ക് ആ പഴയ സൂം നിന്നിടത്തേക്ക് ശങ്കർ ഹോസ്പിറ്റലിൻ്റെ ഇപ്പുറത്തേക്ക് പാലം, ആ പാലത്തെ വന്ന് യോജിക്കുന്ന ഒരു റിംഗ് റോഡ് പദ്ധതിയാണ്. ആ റിംഗ് റോഡ് പദ്ധതി ടൗൺ പ്ലാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ സർക്കാരിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആ റിംഗ് റോഡ് പദ്ധതി മിനി ഹൈവേ ഏതാണ്ട് 9 മീറ്റർ വീതിയിൽ അത് നടപ്പാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നടപ്പാകുമ്പോൾ ഈ പുനലൂർ നഗരത്തിൻ്റെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാവും. ആ റിംഗ് റോഡിൽ നിന്ന് മറ്റ് ഇട റോഡുകളിലേക്കുള്ള റോഡുകൾ അതേ രീതിയിൽ തന്നെ BMBC നിലവാരത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പുനലൂർ നഗരം 50 വർഷക്കാലത്തെ ദീർഘവീക്ഷണത്തോടുകൂടിയ ഒരു പദ്ധതി ആയിട്ട് അത് മാറും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ശുചിത്വത്തിന് ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ വാളണ്ടിയേഴ്സിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ വാർഡുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നു. എന്നാൽ അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുവാനും അത് ഈ വളമാക്കി മാറ്റുവാനും ഉള്ളൊരു പദ്ധതിയാണ് റിംഗ് കമ്പോസ്റ്റ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഫലമായി അത് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ഗവൺമെൻറ്റിനെ സമർപ്പിച്ച് എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കുന്നതോടെ അജൈവ മാലിന്യത്തിൻ്റെ വിഷയവും പരിഹരിക്കും. അപ്പോൾ ചോദിക്കും, നമ്മളെങ്ങനെ സ്ട്രീറ്റ് മെയിൻറ്റെയിൻ ചെയ്യും? അതിനെ ഒരു പുതിയ പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുന്നു. ഈ ഗ്രീൻ വാളണ്ടിയേഴ്സിനെ പോലെ ആ കുടുംബശ്രീയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാർഡിൽ 5 വാളണ്ടിയേഴ്സിനെ കണ്ടെത്തി അവർക്ക് ഗ്രാസ് കട്ടർ ഉപയോഗിച്ച് അതിന് ട്രെയിനിങ് നൽകി ആ നമുക്കുണ്ടാവുന്ന ഈ പറയുന്ന പോച്ചയൊക്കെ വളരുന്നത് അപ്പടി മാറ്റുകയും ഒപ്പം ഗ്രീൻ വാളണ്ടിയേഴ്സിനെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പറക്കി നമ്മുടെ ഷെഡിംഗ് യൂണിറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വളരെ വല്ലാതെ കുമിഞ്ഞ് കൂടുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് വിൽക്കാൻ കഴിയാത്ത തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എല്ലാ മേഖലകളിലും
ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഞങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ആ പദ്ധതി എന്ന് പറയുന്നത് ഫ്യൂവൽ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. നമുക്ക് സ്ഥലമുണ്ട്, ആവശ്യത്തിന് സ്ഥലമുണ്ട്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ആ പദ്ധതിക്ക് നമുക്ക് അനുവാദം കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് ആവശ്യമായ നടപടികൾ കൂടി ഞങ്ങൾ ഈ ഒരു തുടക്കക്കാർ എന്നുള്ള നിലയിൽ സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള പദ്ധതികളെല്ലാം നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ നിലവിലുള്ള പദ്ധതികളെല്ലാം നമ്മൾ പരിഷ്കരിക്കുന്നതോടൊപ്പം മറ്റ് പദ്ധതികൾ ഞാനിപ്പോൾ പറഞ്ഞ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വികസനമാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വികസനം എന്ന് പറയുന്ന റോഡും തോടും ഈ മാലിന്യ സംസ്കരണവും മാത്രമല്ല, നമ്മുടെ നഗരത്തിലെ ഒരു ആരോഗ്യമുള്ള ജനത ഉണ്ടാവണം. ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മക്കൾ, കുഞ്ഞുമക്കൾ, വളർന്നു വരുന്ന ഒരു തലമുറ, ആ തലമുറയ്ക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ ലഭ്യമാകുന്ന ഒരു തരത്തിൽ ICDSനെ മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ അംഗൻവാടികളിൽ കൂടി കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ പോഷകാഹാരങ്ങൾ മതിയായ രീതിയിലാണ് കൊടുക്കുന്നതെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ഇപ്പോഴില്ല. അത് കഴിഞ്ഞ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. എന്നാൽ മതിയായ രീതിയിൽ ICDSനെ കൊണ്ട് ആഹാരം കൊടുക്കുവാൻ അവർക്ക് ആവശ്യമായ പോഷകാഹാരം, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, അവരാണല്ലോ ഗർഭിണികളാവുകയും നാളെ പുതിയ തലമുറയ്ക്ക് ജന്മം നൽകുകയും ചെയ്യേണ്ടത്. അപ്പോൾ അവരെ നമ്മൾ അത്തരത്തിലൊന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ നമുക്ക് കൂടുതൽ പോഷകാഹാരം നൽകിക്കൊണ്ട് പുതുതലമുറയെ സൃഷ്ടിക്കാൻ, ഏറ്റവും ആരോഗ്യമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കുവാനും അതുവഴി നമ്മുടെ സമഗ്ര വികസനം നടത്തുവാനും ഒരു പരിശ്രമമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മേഖലകളിലെയും സ്പർശിച്ചുകൊണ്ട്, ഇപ്പോൾ നമ്മൾ പറയുന്ന സ്റ്റേഡിയം ഒക്കെ ഇപ്പോൾ ഉദ്ഘാടനം നടക്കും. പിന്നെ അതുപോലെ നിങ്ങൾ പറയുന്ന ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ പോകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഞാനത് മുൻകൂട്ടി പറയാം. ഇപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇന്നലെ ചെന്നപ്പോൾ അത് മുഴുവൻ മാലിന്യമായി കിടക്കുക. അതെ, ഞങ്ങളിപ്പോൾ തുടക്കമാണ്. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം തരണം. ഞങ്ങൾ അതെല്ലാം ക്ലീൻ ചെയ്ത് ഒരു നല്ല നഗരസഭ ആക്കി മാറ്റുവാൻ ഞങ്ങൾ പരിശ്രമിക്കും. നിങ്ങൾ ഞങ്ങളോടൊപ്പം വേണം. അതുപോലെ തന്നെ ഈ കുടിവെള്ള പദ്ധതി നമുക്കറിയാം. കുടിവെള്ള പദ്ധതി ഇപ്പോൾ നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പൈപ്പ് ലൈൻ കൊടുത്തിട്ടേ ഉള്ളൂ. എന്നാൽ കുടിവെള്ളമില്ലാത്ത വാർഡുകൾ ഏറെയാണ്, ഒരുപാട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കുടിവെള്ളമില്ലാത്ത മേഖല നമുക്ക് ഉണ്ട്. അത് ഒരു കിഴക്കൻ മേഖലയിൽ ഞങ്ങളൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനും ദിനേശ് സാറും ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത, അവിടെ വെള്ളമില്ല. അപ്പോൾ അവർക്ക് ആവശ്യമായ പദ്ധതി ശരിയാക്കുന്നതിന് വേണ്ടിയാണ്, സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് നമ്മൾ പുനലൂർ കുടിവെള്ള പദ്ധതി അന്ന് ആവിഷ്കരിച്ചത്. ഏതാണ്ട് 130 കോടി രൂപയാണ് അതിൻ്റെ. ഇപ്പോൾ നമ്മൾ കിഫ്ബി പദ്ധതിയിൽ സമർപ്പിച്ചാൽ നമുക്കത് ലഭ്യമായി കിട്ടും. ആ കുടിവെള്ള പദ്ധതി നമുക്ക് ഏറ്റവും അടുത്ത DPR എല്ലാം തയ്യാറായിരിക്കും. കൊല്ലം IPD അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 7-ാം തീയതി കൊല്ലം IPD കാണാൻ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രവർത്തനങ്ങൾ, പിന്നെ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി, ഞങ്ങൾ വലിയ പ്രഗത്ഭരൊന്നുമല്ല, ഞങ്ങളുടെ മിടുക്കനുസരിച്ച് ഞാനും ഈ ഇരിക്കുന്ന ഞങ്ങളുടെ ടീം, ഞങ്ങളുടെ നേതൃത്വം നൽകുന്ന ചെയർമാൻ്റെ നേതൃത്വത്തിൽ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന നിലയിൽ ഞങ്ങളൊരു പരിശ്രമം നടത്തുകയാണ്. നിങ്ങളുടെ എല്ലാം പൂർണ്ണ സഹകരണം അതിലുണ്ടാവണം. പിന്നെ എല്ലാ തരത്തിലും നിങ്ങളുടെ ഒരു സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. പ്രധാനമായും നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. 1-2 വിട്ടുപോയ കാര്യങ്ങളും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണിയാറ് ഏതാണ്ട് 3 ഏക്കറോളം വരുന്ന സ്ഥലത്ത് അതിൻ്റെ വേസ്റ്റ് ലഘൂൺ ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ അത് വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാക്കി മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് വലിയ സാധ്യതയാണ് ആ മേഖലയിൽ വരുത്തുന്നത്. അതൊരു പക്ഷേ വിട്ടുപോയതായിരിക്കും. അതൊരു പ്രധാന പ്രവർത്തനമായിട്ട് ഈ 5 വർഷ കാലാവധിക്കകത്ത് പൂർത്തീകരിച്ച് പുനലൂരിൽ വിനോദസഞ്ചാരത്തിന് കൂടുതൽ സാധ്യത വരുത്തുന്നതിനാവശ്യമായ ഒരു പ്രധാന പദ്ധതിയായിട്ട് നടപ്പാക്കും. മറ്റൊന്ന്, താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്
താലൂക്ക് ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഈ നേഴ്സിംഗ് സ്കൂളുകളൊക്കെ കോളേജുകളൊക്കെ പ്രൈവറ്റ് മേഖലയിലാണ് നിലവിലുള്ളത്. നമ്മുടെ മേഖലയിൽ പുനലൂർ താലൂക്കിൽ അല്ലെങ്കിൽ പത്തനാപുരം താലൂക്കിൽ നേഴ്സിംഗ് സ്കൂളുകളോ നേഴ്സിംഗ് കോളേജുകളോ നിലവിലില്ല. കഴിഞ്ഞ കൗൺസിൽ തന്നെ വെച്ച ഒരു നിർദ്ദേശമാണ് കലൈനാട് മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള വസ്തുവുണ്ട്. ആ വസ്തുവിൽ ഗവൺമെന്റിന് വസ്തു കൈമാറിക്കൊണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു നേഴ്സിംഗ് സ്കൂള് ആദ്യം. നേഴ്സിംഗ് സ്കൂളാകുമ്പോൾ ജനറൽ നേഴ്സിംഗ് ആയിരിക്കും. കോളേജ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും BSc നേഴ്സിംഗ് വരും. ആദ്യമായിട്ട് നേഴ്സിംഗ് സ്കൂള് കലൈനാട് മേഖല കേന്ദ്രീകരിച്ച് ആരംഭിക്കാൻ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി വേണ്ട നടപടി സ്വീകരിക്കും. പിന്നെ പ്രധാനമായി ഇവിടെ സൂചിപ്പിച്ച ആ കാര്യങ്ങളുണ്ട്. ഭരണമെന്ന് പറഞ്ഞാൽ തുടർച്ചയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് ഏറ്റെടുക്കേണ്ട പ്രവർത്തനം ഒന്ന് ശുചീകരണമാണ്. അത് പഞ്ചായത്താണേലും മുനിസിപ്പാലിറ്റി ആണേലും കോർപ്പറേഷൻ ആണേലും. അപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. സംസ്ഥാന ശുചിത്വ മിഷനുമായി ചേർന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ലോകബാങ്കിൽ നിന്ന് 10 കോടി രൂപ നമുക്ക് ഗ്രാൻഡായിട്ട് അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിൽ 10 കോടി രൂപ ഗ്രാൻഡായിട്ട് അനുവദിച്ച ഏക മുനിസിപ്പാലിറ്റി പുനലൂരാണ്. ഈ 5 വർഷക്കാലം കൊണ്ട് ആധുനികമായിട്ടുള്ള പ്ലാച്ചേരിയിലെ നമ്മുടെ ഡംപിംഗ് യാർഡ് ഉൾപ്പെടെ അവിടെ നിലവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ പൊടിച്ച് ശുചിത്വ മിഷന് തന്നെ തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആധുനികമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ ഈ 10 കോടി രൂപ ഉപയോഗിച്ച് മറ്റൊന്നിനും ചെലവാക്കാൻ പറ്റത്തില്ല. പൈസ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ആ 10 കോടി രൂപ ചെലവാക്കാൻ പറ്റത്തുള്ളൂ, ഗ്രാൻഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ പ്ലാച്ചേരിയിലെ ഡംപിംഗ് യാർഡിൽ ആധുനികമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ സ്ഥാപിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന രീതിയിൽ ശുചീകരണ ഈ മാലിന്യങ്ങൾ, അത് ജൈവ മാലിന്യമാണേലും അജൈവ മാലിന്യമാണേലും സംസ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ നടപ്പാക്കും. അപ്പോൾ നേരത്തെ ഇവിടെ റിങ് കമ്പോസ്റ്റ്, ഇപ്പോൾ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് പൊതുവെ നമ്മുടെ നാട് ഏറ്റെടുത്തിരിക്കുന്നത്. ആ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനാണ് കഴിഞ്ഞ കൗൺസിൽ റിങ് കമ്പോസ്റ്റ് വെച്ചത്. അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പം ഗവൺമെന്റിന്റെ, സാർ ഇവിടെ സൂചിപ്പിച്ച് ഗവൺമെന്റിന്റെ ഫയൽ ഗവൺമെന്റിന്റെ കയ്യിലാണ്. എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് തലത്തിൽ തീരുമാനമെടുപ്പിച്ച് ആ റിങ് കമ്പോസ്റ്റ് നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കും. എന്തായാലും പുനലൂർ പട്ടണം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ്. സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് വലിയ വികസന പ്രവർത്തനമാണ് പുനലൂർ പട്ടണത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. മലയോര ഹൈവേ ആണെങ്കിലും ഇപ്പം ചെമ്മന്തൂരിൽ 5 കോടി 5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനം അത് മാർച്ച് മാസത്തിനകം പൂർത്തീകരിക്കാൻ വേണ്ട നടപടി ഗവൺമെന്റ് തലത്തിൽ എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്ന പ്രവർത്തനം ആ രീതിയിൽ നടക്കുന്നുണ്ട്. താലൂക്ക് ആശുപത്രി അതിന്റെ 1ാം ഘട്ട പ്രവർത്തന ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് നടത്തുവാൻ ഗവൺമെന്റ് തലത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിങ് പട്ടണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15 കോടി രൂപയുടെ റിങ് റോഡുകൾ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. പട്ടണം സൗന്ദര്യവൽക്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 5 വർഷത്തിനകം പൂർത്തീകരിക്കും. ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം, അത് രാഷ്ട്രീയത്തിനോ ജാതിക്കോ ഒന്നും ഒരു താല്പര്യമില്ലാതെ എല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി നാടിന്റെ വികസനത്തിനും തൊഴിൽ, പുതിയ സംരംഭം. ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് പുതുതായിട്ടെടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഈ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് മത്സര പരീക്ഷകളിൽ കോച്ചിങ്, ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി വ്യവസായ വകുപ്പുമായിട്ട് ചേർന്നൊരു പുതിയ പദ്ധതി സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ട്. പഞ്ചായത്തുകളിൽ 1 സെന്ററും മുനിസിപ്പാലിറ്റികളിൽ 2 സെന്ററും കോർപ്പറേഷനിൽ 3 സെന്ററും. അത് ഗവൺമെന്റ് തീരുമാനമായാൽ ഉടൻ തന്നെ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ 2 സെന്റർ PSC കോച്ചിങ്, ബാങ്ക് കോച്ചിങ്,
അത് കഴിഞ്ഞ് UPSC ടെസ്റ്റുകൾ, സിവിൽ സർവീസിൻ്റെ ഉൾപ്പെടെയുള്ള ആധുനികമായിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായത്തോടു കൂടി ഒരു പൈസയും വിദ്യാർത്ഥികൾക്ക് കോച്ചിങ്ങിന് ആവശ്യമില്ലാതെ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് ഗവൺമെൻറ് എടുക്കാൻ പോകുന്ന ആ പദ്ധതി പുനലൂർ നഗരസഭയിൽ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരത്തിൽ ഉന്നതമായിട്ടുള്ള മറ്റ് പട്ടണപ്രദേശങ്ങളിലുള്ള ആളുകളുമായിട്ട് മത്സരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മാറ്റിയെടുക്കുന്ന, അഭ്യസ്തവിദ്യരെ മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ് തീരുമാനമുണ്ടായാൽ ഉടൻ തന്നെ നടപ്പാക്കണം. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടപ്പാക്കുമ്പോൾ പുനലൂരിലെ ബഹുമാന്യരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഈ പ്രവർത്തനങ്ങളിൽ, വികസന പ്രവർത്തനങ്ങളിലെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നിർലോഭമായിട്ടുള്ള നിർദ്ദേശങ്ങളും സഹകരണമാണ് നൽകിയിട്ടുള്ള. നിങ്ങളുടെ എല്ലാ അഭിപ്രായവും സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേതൃത്വം എന്നുള്ള നിലയിൽ അതേ രീതിയിൽ മുഖവിലക്കെടുത്തുകൊണ്ട് തെറ്റുകളൊക്കെ സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തി പോകുന്ന രീതിയിലായിരിക്കും ഭരണസമിതി തീരുമാനമെടുക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണമെന്നാണ് ഭരണസമിതിക്ക് വേണ്ടി സൂചിപ്പിക്കുന്നത്. ഏറ്റവും വലിയ പ്രശ്നം ഈ മുനിസിപ്പാലിറ്റിയുടെ പിന്നിൽ കൂടെ തന്നെയുള്ള ഓടിച്ചൊരു വിഷയമാണ്. അതുമായിട്ട് എന്നും ഇവിടെ ഗതാഗത പരിശോധന ചർച്ച നടക്കും, പക്ഷെ അതൊന്നും നടപ്പിലാക്കുന്ന ഒരു സംവിധാനം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ താലൂക്ക് ഓഫീസുണ്ട്, കോടതികളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോടതി കൊണ്ട് മാറുന്ന കുറേ പരിഹാരം കാണുന്നതാണ്. അതോടനുബന്ധിച്ച് തന്നെ എനിക്കത് ഒരു സൈഡിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടോട്ട് വന്നാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. 2 റൗണ്ട് ഇതിലെ മാലിന്യത്തിൻ്റെ താഴെ ഗതാഗതത്തിലുള്ള താഴെ കൊണ്ടിട്ടാണ് നമ്മൾ കാരണം ഒരു അരമണിക്കൂറോളം നമുക്ക് തെറ്റിട്ട് ഒരു ഗതികൾ വരുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ഈ ഗതാഗത പരിഷ്കാരങ്ങൾ പറയുമ്പോൾ അതുകൊണ്ട് പാർക്കിങ്ങിനോടൊരു സൗകര്യം അത്യാവശ്യം കേരളത്തിൽ തരുമ്പോൾ താലൂക്ക് ആശുപത്രിയുടെ വലിയ രീതിയിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒരു രോഗി നമുക്ക് വന്നാൽ പോലും കടന്നു വരണം, എല്ലാം മണ്ണ് റോഡ് തെറ്റിച്ചായാലും അല്ലാതെ അയാൾ പോലും ഇങ്ങനെ വരുന്നൊരു സംവിധാനമാണ് ഗതാഗത പരിഷ്കരണത്തിന് കൊണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ ഈ MLA റോഡ് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവിടെ റിംഗ് റോഡ് അത്യാവശ്യം എനിക്കൊന്ന് ആദ്യം ഒന്നിച്ചിട്ട് മണ്ണിട്ടു, പക്ഷെ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. ഇവിടെ പാലത്തിന്റെ അവിടെ എന്താണ് അതിന്റെ ഒരു ഇതൊന്നും നമുക്കറിയില്ല. ഒരു റോഡ് എനിക്ക് ഇതേ കേരളത്തെ കൊണ്ട് ഒരു ചെറിയ മണ്ണെന്നിട്ട് ഈ പറഞ്ഞ ഇതെല്ലാം ഒന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ചെറിയ മണ്ണിട്ടതേ ഉള്ളൂ. പക്ഷെ പിന്നെ അതിന്റെ ഒരു നടപടി കണ്ടില്ല. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം ഇതായി. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഇവിടുന്ന് ഐശ്വര്യ ഹോട്ടലിന്റെ അതിലെ താപ്പോട്ടുള്ളത് ഒരു കാരണവശാലും നമുക്ക് അതിലെ ഒരു സ്കൂട്ടിൽ പോലും പലപ്പോഴും പോകാൻ പറ്റാത്ത ഞാൻ പലപ്പോഴും പോകാൻ പറ്റാതെ പറഞ്ഞു. ഞാൻ പറയാം ചിലയിടത്തൊക്കെ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇത് പ്രാവർത്തികമല്ല. നഗരത്തിൽ ഇപ്പം വരുമ്പോൾ ഒരു പരിഷ്കാരം വരുമ്പോൾ നമുക്ക് അങ്ങനെ പോകാനുള്ള സംവിധാനം എനിക്ക് തോന്നുന്നത് അതൊക്കെ എത്തിയോടൊന്ന് ചെയ്താൽ, കാരണം ഇതെല്ലാം റിംഗ് റോഡ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞതാണ്. പക്ഷെ പദ്ധതിയിലുള്ള പല റോഡിന്റെ കാര്യം ഞാൻ പറയാം. ചില റോഡുകൾ ഉദ്ഘാടനം റിംഗ് റോഡിന്റെ പദ്ധതികൾക്ക് വരും, പക്ഷെ അതൊന്നും ഇത് ഒരു കാര്യങ്ങളും സാറേ, ഈ ഐശ്വര്യ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കൂടിയുള്ളത് മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വരാൻ പോകുന്ന, ഇപ്പൊ 2 മാസം കഴിയുമ്പോൾ വരാൻ പോകുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് നമുക്ക് ചെയ്യാൻ പറ്റും മുനിസിപ്പാലിറ്റിയുടെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് വൃന്ദാവനത്തിന്റെ ബാക്കിൽ കൂടെയുള്ള PWD ആണ്. അത് നമ്മുടെ പ്രൊജക്ട് ചെയ്ത്. അപ്പൊ ഇത് മുനിസിപ്പാലിറ്റി വരാൻ പോകുന്ന ഇപ്പൊ 2021-22 പദ്ധതി രൂപീകരിക്കാൻ പോവുക. ആ പദ്ധതി രൂപീകരണം നിങ്ങളുടെ ഈ നിർദ്ദേശം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഈ പറഞ്ഞ 2 റോഡുകൾക്കും ആവശ്യമായിട്ടുള്ള ഫണ്ട് വെക്കാനുള്ള തീരുമാനം എടുക്കുന്നതാണ്. പിന്നെ മറ്റൊരു ട്രാഫിക് കമ്മിറ്റി അടിയന്തരമായിട്ട് വിളിച്ച് കൂട്ടിക്കൊണ്ട് ഇവിടെ പറഞ്ഞ പിന്നെ ഒരു കാര്യം സംഭവിക്കുന്നത്, ഈ കോടതിയെല്ലാം ഇപ്പോൾ 1 മാസത്തിനകം പോകുമ്പോൾ പിന്നെ ഇതിന്റെ ഒരു പകുതി കൂടുതലുള്ള ട്രാഫിക് പ്രശ്നം മാറും. അതുപോലെ താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാ ബിൽഡിങ്ങുകളും മാറി അവിടെ പാർക്കിംഗ് ഏരിയ ആക്കി അവർ തീരുമാനിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ കുറച്ചധികം പാർക്കിംഗ് പ്രശ്നം അതോടുകൂടി നമ്മുടെ ഈ മേഖലയിലുള്ള പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കും. 1 മാസത്തിനകം ഇത് രണ്ടും പരിഹരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഫുട്പാത്ത് ഉണ്ടല്ലേ, ഫുട്പാത്തിൽ കച്ചവടക്കാർ എന്തെങ്കിലും ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അത് മാറ്റാൻ വേണ്ട. കഴിഞ്ഞ 10-25 വർഷം കൊണ്ട് നഗരസഭ പല പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ ഇത് തുടർഭരണമായതുകൊണ്ട് ഒരു കാര്യം എടുത്തു പറയാം. പുനലൂരിലെ പകുതി പ്രശ്നം മാറണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കെട്ടിട നിർമ്മാണം ചട്ടം പ്രകാരം ബിൽഡിംഗ് വെച്ചതിന് ശേഷം പാർക്കിംഗ് ഏരിയ മിക്ക കടകൾ അവരുടെ സ്വകാര്യ ആവശ്യം നിർവഹിക്കുന്നുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ബിൽഡിംഗ് നമ്മുടെ വാർച്ചയുടെ രാജ ബിൽഡിംഗ് ഉൾപ്പെടെ
ഇതിന്റെ ഫ്രണ്ടിരിക്കുന്ന മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ ഇവിടെ ഒരു ജീവൻ പൊളിഞ്ഞതാണെന്നും കൂടെ ഒന്നും ഓർമ്മിപ്പിക്കുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൂടാതെ ചിത്രാസിന് മുമ്പിൽ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ട് പോലും ഈ സ്ഥലങ്ങളൊന്നും തന്നെ നഗരസഭയോ അതുമായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറിയോ ആരും തന്നെ ഒന്നും തന്നെ ചെറുവല്ലൂർ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഗതാഗത പ്രശ്നത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് മൊത്തം നഗരസഭയായിരുന്നു കഴിഞ്ഞ കാലം. കറക്റ്റായിട്ട് ലീഗലായിട്ട് പേപ്പർ തന്നിട്ട് ഒരു നടപടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജയപാലിന്റെ ഇലയും കൂടെ MLA റോഡ് ഒരു വലിയ വേസ്റ്റ് കൂന ലത്തീഫ് സാർ വന്ന് കണ്ട കേസാണ്. എന്നാൽ ഇതുവരെ അതിനെതിരെ അത്യാവശ്യം കാര്യം ജനങ്ങൾ ജീവിച്ചതിനെ കൊണ്ട് ഗുണമുള്ളത് സാധാരണ കേസ് നമ്പിയാൻ വേസ്റ്റുകളാണ് അതിനകത്ത് വരുന്നത്. ആ സമീപ പ്രദേശങ്ങളുള്ള എല്ലാ ഹോട്ടലിന്റെ വേസ്റ്റ് വരെ ആ സ്ഥലങ്ങളിൽ സകല സാധനങ്ങൾ ഒരു മനുഷ്യൻ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടൊരു ന്യൂസാണ്. 5-6 പ്രാവശ്യം സകല പത്രക്കാർ എഴുതി പല പ്രാവശ്യമായിട്ട് ഓർഡർ റെഡിയാക്കി. പക്ഷെ അതിനകത്ത് ഇപ്പോഴും ആരും സംഭവമാണ്. അത് ആരോഗ്യ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് അടിയന്തര തീരുമാനം, അതിന് വലിയ തീരുമാനം ഉടൻ തന്നെ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അടിയന്തരമായി എടുക്കേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വേസ്റ്റും ഗതാഗത പ്രശ്നം. കാൽനട യാത്രക്കാരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവരുടെ സ്ഥലമാണ്, വാടകയ്ക്കാണ് ടാക്സ് അടച്ചെടുക്കുന്നത്. പക്ഷെ അത് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി. രണ്ട് ക്യാമറ അവിടെ സ്ഥാപിച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യം വരുന്നത് ഈ പറഞ്ഞ പോലെ ഈ റോഡിലായാലും കരടയായാലും വെട്ടിപ്പിടത്തോടിനായാലും ശരിയും പിന്നെ കൊണ്ടുവന്ന കാരണം അവിടെ ഒരു ഇതുമില്ല. അതിന് വേണ്ട നടപടി സ്വീകരിക്കും. വസ്തു ഉടമ വിൽക്കാൻ തയ്യാറാണ്. അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് കിട്ടുമെങ്കിൽ ആ വസ്തു ഏറ്റെടുത്തുകൊണ്ട് ഒരു പാർക്ക് യൂസ് പാർക്ക് ഒരു വൈകിട്ടൊന്ന് ഇരിക്കാനുള്ള ഒരു പാർക്ക് ആ സ്ഥലം ഒരുപാടുണ്ട്. ആ സ്ഥലം നമ്മുടെ ഈ അത് മുൻ ചെയർമാൻ പറഞ്ഞത് തന്നെ അത് നമ്മളൊരു ശ്രമം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒന്ന് പറഞ്ഞ് നോക്കട്ടെ, അവിടെ എന്ത് ചെയ്യാൻ കഴിയുന്ന റെസ്പെക്റ്റിനെ കൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാനും ഇപ്പം ഞങ്ങൾ അതിനൊരു പരിശ്രമം ഇപ്പം നടത്താം. അതെ അതെ, അത് നമുക്കതൊന്ന് പിന്നെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ വാങ്ങിച്ചുകൊണ്ട് ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റി നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കൗൺസിലിൻ്റെ മുമ്പിലത്തെ കൗൺസിൽ കൃത്യമായി നമ്മൾ നടത്തിയിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയാണ്. അത് അതെ, നമുക്കത് ഗൗരവമായി ഏറ്റെടുത്തുകൊണ്ട് ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റി നമുക്ക് വിളിച്ചു. നിങ്ങളെയൊക്കെ അതിനകത്ത് വിളിച്ച് നമുക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ വെച്ച് NHന്റെയും PWDയുടെയും എഞ്ചിനീയർമാരും കൂടി ഇരുന്ന് പിന്നെ നമ്മുടെ RTO പിന്നെ നമ്മുടെ KSRTC ഒട്ടും പറഞ്ഞ കേൾക്കാത്ത അന്ന് നമ്മൾ ബിന്നൊക്കെ വെച്ച് അവർ കയറാനും ഇറങ്ങാനൊക്കെ ഉള്ള സംവിധാനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. KSRTC അതുപോലെ നമ്മുടെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, അവരെ പോലീസ്, ഇവരെയൊക്കെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ നമുക്ക് 2 വാർഡന്മാരെ കൂടെ അവരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ എങ്ങനെ മനസ്സിലിരിക്കുന്ന ഒരു പ്രോജക്റ്റായിട്ട് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ലതുപോലെ ചെയ്യാനാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നഗരസൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെടുത്തി മുഴുവൻ കടകളെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും. പെഡസ്ട്രിയൻസ് ഇവിടെ പറഞ്ഞ സാർ പറഞ്ഞ പെഡസ്ട്രിയൻ പിന്നെ പാസേജ് അത് വളരെ ഗൗരവമായി ഈ നഗരസഭ കാണുന്നുണ്ട്. അത് നമുക്ക് ഈ ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് ചെയ്യാൻ കഴിയും. എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളെ നമ്മൾ വിളിക്കണം, അവരുടെ യൂണിയൻ നേതാക്കന്മാരെ മുഴുവൻ ആളുകളും നമ്മൾ വിളിച്ച് അത് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഈ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞ അതേ മൂല്യത്തോടെ ഞങ്ങൾക്കും ഉൾക്കൊണ്ട് ഞങ്ങളത് ചെയ്യാനൊരു ശ്രമം അത്യാവശ്യം ഓ അതായത് നടപ്പാതയും ട്രാഫിക് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തെരുവ് കച്ചവടങ്ങൾക്ക് ലൈസൻസ് കൊടുത്തതും ഈ കച്ചവടങ്ങൾക്ക് തോന്നിയുള്ള കച്ചവടം ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തതും കൊല്ലൂർ നഗരസഭയാണെന്നാണ് എൻ്റെ ഒരു പ്രാവശ്യം പ്രകാരം കിട്ടും. ആ ഒരു ലെവലിൽ വെക്കുമ്പോൾ പുനലൂർ മാർക്കറ്റിന്റെ അവസ്ഥ കഴിഞ്ഞ കാലങ്ങളിൽ അതിന്റെ 10 വർഷം കൊണ്ട് ഈ പുനലൂർ മാർക്കറ്റിനെ നശിപ്പിച്ചതിനകത്ത് മെയിനായിട്ടുള്ള വലിയൊരു പങ്ക് ഭരണകർത്താക്കളില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. സാധാരണക്കാർ അവിടെ ജീവിക്കുന്നവർക്ക് ഈ മീൻ കച്ചവടവും ഈ ഇറച്ചി കച്ചവടവും എന്തുകൊണ്ട് ഈ മാർക്കറ്റിനകത്ത് അന്തിക്കച്ചവടം ഉൾപ്പെടെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ചോദിച്ചിട്ട് പോയതാണ്. അദ്ദേഹത്തിലൂടെ നൈസാം സെക്രട്ടറി ആയിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ട് അവിടെ സന്ധിസമയത്ത് അവർ ചെയ്യാനുള്ള എല്ലാ സംവിധാനമായി. പക്ഷെ എന്നിട്ടും അത് കാറ്റി പറഞ്ഞു. ഈ ഒരു ചെയ്യുന്നുണ്ടല്ലോ. 5 കോടി രൂപ മത്സ്യ മാർക്കറ്റിന് അനുവദിച്ചിട്ടുണ്ട്. സ്ലോട്ടർ ഹൗസിന് 3 കോടിയല്ലേ സാറേ? അതെ, വേൾഡ് ബാങ്കിന്റെ പൈസയാണ്. കഴിഞ്ഞ കൗൺസിലിന്റെ അങ്ങേ കൗൺസിലാണ് അത് ചെയ്തത്. കഴിഞ്ഞ കൗൺസിലിന്റെ പിന്നെ അതിനകത്ത് നമുക്ക് അതിപ്പം പിന്നെ നമ്മുടെ കുണ്ട്ര MLA പിന്നെ മേഴ്സിക്കുട്ടി അമ്മ നമ്മുടെ മന്ത്രി
ഇപ്പോൾ 5 കോടി രൂപ അതിന് അനുവദിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചെയ്യും. അതിപ്പം ഈ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് തന്നെ അത് അനുവദിച്ചിട്ടുണ്ട്, അത് ചെയ്യും. അതോടൊപ്പം നമുക്ക് ഇവരെല്ലാം ഇതിനകത്തേക്ക് കൊണ്ടുവരുവാൻ, ഈ മത്സ്യ കച്ചവടക്കാരെല്ലാം ഇതിനകത്തേക്ക് കൊണ്ടുവരുവാനും പിന്നെ അനധികൃതമായി ഇറക്കി വെച്ചിട്ടുള്ളവരെ മുഴുവൻ ഒഴിപ്പിക്കുവാനും അവരെ കൂടെ വിളിച്ച് സംസാരിച്ചിട്ട് വേണമല്ലോ, ഞങ്ങളിങ്ങനെ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ പ്ലാസ്റ്റിക്, ഇപ്പോൾ കോവിഡിൻ്റെ കാലമൊക്കെ ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് ഒഴിവാക്കാൻ നേരത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധിത മേഖലയായിരുന്നു, അതിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ശ്രമവും ഞങ്ങൾ നടത്തും. അത് എല്ലാ എല്ലാ സഹകരണത്തോടുകൂടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും മെച്ചം. പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ നിയമപരമായി നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടം വരുമ്പോൾ അങ്ങനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ സഹായം കൂടെ വേണം. അതാണ് പരമപ്രധാനമായ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം. അനധികൃത നിർമ്മാണമൊക്കെ ഒഴിപ്പിക്കാൻ പോകുമ്പോൾ ചില ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒപ്പം ഉണ്ടാവും. ഇത് റോഡ് സൈഡിലുള്ള കച്ചവടം, നമുക്ക് ആരെ കച്ചവടക്കാരെ ജീവിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം ഒരാൾക്കും ഒരു പ്രത്യേക നിയമമില്ലാതെ നമ്മൾ എക്സൈസ് ഓഫീസിന്റെ അപ്പുറത്തുള്ള കച്ചവടം എല്ലാം നമ്മൾ മാർക്കറ്റിന്റെ അതെല്ലാം ഒരിടത്താക്കിയാൽ എന്താണെന്നറിയാം. ഇത് 4 പേര് അവിടെ പോയിരിക്കും, 2 പേര് ഇവിടെ ഇരുന്നാൽ കച്ചവടം നടക്കത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നിയമം തന്നെ. അവരെന്നെ കയറുന്ന വഴി നമുക്ക് ഒരു സൈഡിൽ കടയുണ്ട്, കുഴപ്പമില്ല. മറ്റേ സൈഡിൽ കൊണ്ടുവന്ന് നാരങ്ങ വെച്ചാൽ ഒരു വണ്ടി പോയാൽ തിരിച്ചു വരാൻ സൗകര്യമില്ല. അടിയന്തരമായി എന്തെങ്കിലുമൊക്കെ ഒരു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇവരെല്ലാം ഒറ്റ ഇതിനകത്തോട്ട് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ, താൽക്കാലികമായിട്ട് അതിനകത്ത് അടിക്കട്ടെ. താലൂക്ക് ആശുപത്രി മുമ്പിൽ പാവപ്പെട്ട ഈ ആശുപത്രി വന്നിട്ട് IP ഷെഡ് എന്ന് പറയുന്ന സാധനമില്ല, സ്റ്റോപ്പുണ്ട് ട്രാൻസ്പോർട്ടിനും കാര്യത്തില്ല. പക്ഷേ ഈ ആർക്കും എങ്ങും കയറി നിൽക്കാൻ അവരെ കടത്തുന്ന എന്ന് അറിയാൻ ആശുപത്രിയോട് വെട്ടിപ്പുഴ പാർക്കിലൂടെ ചെയ്തേക്കുന്ന ചെറിയ പേര് കൊള്ളാതെ ഒരു സ്കീമില്ല. ചെല്ലം തിയേറ്ററിന്റെ ഫ്രണ്ടിൽ അന്ന് റോഡുകാരെ പൊളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് കെട്ടാൻ നിയമമില്ല, മുനിസിപ്പാലിറ്റി ആരെങ്കിലും വിചാരിച്ചാൽ കെട്ടാൻ. രണ്ട് കാര്യം പറയാനുള്ളത്. ഒന്ന്, ട്രാഫിക് ഏജന്റിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇപ്പോൾ മലയാളം ഹൈവേ വന്ന് ചേരുമ്പോഴല്ലോ, പുലവൺ ജംഗ്ഷനേക്കാൾ ചിന്നക്കടയേക്കാൾ സ്പേസ് കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള സ്ഥലമാണ് ഇപ്പോൾ KSRTC ചെയ്യുന്ന സ്ഥലം. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പണം മുടക്കിയാൽ ആ ഇലക്ട്രിക് ലൈൻ റോഡിൽ അടിയിൽ കൂടെ കിട്ടാൻ ആ അനാവശ്യമായി നിൽക്കുന്ന പോസ്റ്റ് മാറ്റുകയും അവിടെ ഒരു റൗണ്ട് വൃത്തം ചിന്നക്കട മോഡൽ ചെയ്യുകയും സൗന്ദര്യം, അതായത് കൊല്ലം തിരുമംഗലം ദേശീയപാതയും മലയോര ഹൈവേയും കൂടെ സംഗമിക്കുന്ന വളരെ ഒരു സ്ട്രാറ്റജിക് പോയിന്റാണ്. പുലവണിനെ പോലെ ചിന്നക്കടയെ പോലെ. ആ കാര്യത്തിൽ NH ഇത് രണ്ടും ഇടപെടുമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വേണം. ജനപ്രതിനിധി വഴി അതിനൊരു ശക്തമായ നടപടികൾ നടത്തിയാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. തൊട്ടടുത്ത് തന്നെ ബഹുമാനം ഏറ്റവും നല്ല ചിന്നക്കടയേക്കാൾ അതാണ് അപകടം നടന്ന എത്ര പേര് പറ്റത്തില്ല. ഡിവൈഡർ സുപ്രീം കോടതി വിധിയിൽ ഡിവൈഡർ പറ്റത്തില്ല. അതിന് വേറെ ഒരു റിഫ്ലക്ടർ, വേറെ പുതിയ സാധനങ്ങളുണ്ട്. സുപ്രീം കോടതി അത് മാത്രമല്ല, ഈ നാഷണൽ ഹൈവേയുടെ സെൻട്രൽ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്ന ലോകത്തിലെ 10 ലക്ഷം രൂപ കൊടുക്കാനുള്ളത്. അടുത്തൊരു കാര്യം, 100 കോടി രൂപ മുടക്കി താലൂക്ക് ആശുപത്രി നിർമ്മിച്ചില്ലെങ്കിലും ഓപ്പറേഷൻ വിജയിച്ച് രോഗി മരിച്ചുപോയി എന്ന സ്ഥിതിയിലേക്ക് പോകാൻ പോവുകയാണ്. സ്റ്റാഫിന്റെ സ്ട്രെങ്ത് കൂടിയില്ലെങ്കിൽ, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ 4 ജനറൽ ആശുപത്രികളുണ്ട്. കോട്ടയം ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ മാത്രമാണ് 14 ജില്ലകളിൽ കൊല്ലം ജില്ലയിൽ മാത്രമാണ് ജനറൽ ആശുപത്രി ഇല്ലാതെ. ഒന്ന് പരിശ്രമിച്ചാൽ, ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്ഥിതിക്ക് ഒന്ന് പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും ഈ 15-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അതിനു മുമ്പ് നഗരസഭയിൽ പ്രമേയവും മറ്റോ പാസാക്കി നീങ്ങിയാൽ അത്യാവശ്യം പ്രഖ്യാപനങ്ങളിൽ നടത്തി അത് ഫയലിലാക്കി 2, 3, 4 വർഷത്തിനകം വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇപ്പോഴും ഒരു നഖമിളകിയാൽ അത് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുക, തള്ളവകൾ ചെറുതായിട്ട് പൊട്ടിയാൽ മെഡിക്കൽ കോളേജിലോട്ട് പോകും. ഇതാണ് സ്ഥിതി. NRHM ഡോക്ടർമാർ മാത്രമാണുള്ളത്. ഗുരുതരമായ ഒരു സ്ഥിതിയാണ്. അതാരും ചിന്തിക്കുന്നില്ല ആ ഒരു കാര്യം. കഴിഞ്ഞ കൗൺസില് ഒരു പ്രമേയം റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കൗൺസില്. പിന്നെ അതിനകത്ത് ഈ പ്രാദേശിക വികാരത്തിന്റെ കൊട്ടാരക്കര ബംഗളൂരു മത്സരം, അത് കാരണം അതൊരു വലിയ പ്രശ്നമാണ്. ആ ഒരു മത്സരം നമുക്ക് കഴിഞ്ഞ 10-20 വർഷം ഒരുപാട് നഷ്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ എങ്ങനെയോ ഈ RD ഓഫീസ് കൂടെ വന്നു. ബാക്കി എല്ലാത്തിലും അവസാനം വിജയിക്കുന്ന കൊട്ടാരക്കരക്കാരൻ. മത്സരത്തിന് വേണ്ടി നഗരസഭ കൗൺസിൽ ശക്തമായിരിക്കും. അതുപോലെ ഒരു പിന്നെ അതിലൂടെ താലൂക്ക് ആസ്ഥാനം പത്തനാപുരം കേന്ദ്രമാക്കി താലൂക്ക് വന്നതോടുകൂടിയുള്ള നമുക്കിവിടെ നഷ്ടപ്പെട്ട കുറേ ഓഫീസുകളുണ്ട്, കുറേ സാധനങ്ങൾ ഇവിടെ പോകുന്നുണ്ട്. ഒരു ദിവസം 2000-നും 3000-നും ഇടയ്ക്ക് പുനലൂരിൽ വരുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിലൂടെ ഉണ്ട്. അപ്പം അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകണമെങ്കിൽ താലൂക്ക് ആശുപത്രി മാത്രമാണ് ദിവസവും താലൂക്ക് ആശുപത്രി. അത് വളരെ എഫക്റ്റീവായ ഒരു മൂവ്മെന്റ്. ഇനിയിപ്പം കെട്ടിടം ഉണ്ടാക്കണമല്ലോ. ആദ്യം നമ്മൾ പറയുന്ന അതവിടെ കെട്ടിടങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റാഫ് തരാറുണ്ട്. ഇപ്പൊ 100 കോടി കിഫ്ബിയുടെ ഫസ്റ്റ് പ്രോജക്ട്, കേരളത്തിലെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഒരു പരിഗണന വെച്ച് ജനറൽ ആശുപത്രി പദവി അല്ലെങ്കിൽ പേരുവക്കട മോഡൽ ജില്ലാ ആശുപത്രി ആക്കിയിട്ടുണ്ട്. അവിടെയും 300 സ്റ്റാഫുണ്ട്. ഇവിടെ വെറും ഇത്രയും സ്റ്റാഫ് കൊണ്ടാണ് നിൽക്കുന്നത്. വെറും 18 ഡോക്ടർമാരേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു ഏറ്റവും കൂടുതൽ 24 മണിക്കൂർ നമ്മുടെ ഫ്രണ്ടിലെ കടകളെല്ലാം അതിന്റെ ഫ്രണ്ടിൽ വേറെ കടക്കാർ നിൽക്കുകയാണ്. അവിടെ നമുക്ക് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ നമുക്ക് അവിടെ നടത്താം. ലാഭം കിട്ടുന്ന ഒരു സംവിധാനം നഗരസഭയുടെ നേതൃത്വത്തിൽ 10 മണിയാകുമ്പോൾ അടയ്ക്കണം. 9 മണിക്ക് അടയ്ക്കും. അതുപോലെ വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ ഒരു പരിഷ്കരണം നടത്തുമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ കാലഹരണപ്പെട്ടു പോയ കുറെ വാട്ടർ ടാങ്കുകളും ഒക്കെയാണ്. ഈ കൊല്ലം ജില്ലയിൽ നമ്മുടെ ഈ കേരളത്തിൽ പരിശോധിച്ചാൽ, പക്ഷേ കൊല്ലം ജില്ലയിൽ പരിശോധിച്ചാൽ ഒരു ചെറിയ വണ്ടിക്കകത്ത് വെള്ളം കൊണ്ട് സപ്ലൈ ചെയ്യുന്ന ഒരു നഗരസഭ കൊല്ലം മാത്രമാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് 2 ദോഷങ്ങളുണ്ട്. അതിനകത്ത് പിന്നെ വണ്ടി ഓടാൻ ഇന്ധനം ചിലവുണ്ട്, ഡ്രൈവർ അത്രയും ശമ്പളം കൊടുക്കണം. നേരെ മറിച്ച് ഇതൊരു വലിയ വാഹനമാണെങ്കിൽ, വലിയ ടാങ്കർ ലോറിയാണെങ്കിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ വെള്ളം എത്തിക്കണ്ടേ. പിന്നെ വെള്ളം പമ്പ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു രീതിയിലുള്ള ശുചീകരണം ഒന്നുമില്ല. അത് നമുക്ക് കണ്ട മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഈ ടാങ്കിലേക്ക് അടിക്കുന്ന സ്ഥലം വളരെ ഓപ്പണായി കിടക്കുന്ന അതിലേക്ക് വീടുമാണ്. മിക്കവാറും പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് കെട്ടി അതിലേക്ക് പിന്നെ അതായത് ജോയിൻ ചെയ്ത സ്ഥലത്ത് നിന്ന് വെള്ളം ലീക്കായി പോയി അത് പോകാൻ പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയിട്ട് ശേഷം ആ ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കുന്ന സാഹചര്യമാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ഇവിടെ ഉള്ളത്. കാലഘട്ടം കുറെ മാറിക്കഴിഞ്ഞു. നമ്മൾ അത്തരത്തിലുള്ള മാറ്റമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അടിയന്തരമായി മുനിസിപ്പാലിറ്റി ആ വിഷയത്തിൽ ഇടപെടണം. കുറച്ചുകൂടെ നല്ല വൃത്തിയുള്ള രീതിയിൽ ടാങ്കിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിലുണ്ട്. അത് നമുക്കിവിടെ പ്രയോജനപ്പെടുത്താൻ കഴിയണം. അതിനായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മുടെ ഈ തൂക്കുപാലത്തിന്റെ അടിവശത്ത് ഒരു പാർക്ക് പണിയുണ്ട്. യഥാർത്ഥത്തിൽ അത് കുറച്ചുകൂടെ വൃത്തിയായി കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്താൽ അത് അടിവശം, ഈ തൂക്കുപാലത്തിന്റെ അടിവശം അത് അവിടെ ഇപ്പോ ഈ പിന്നെ ചില കടകളുടെ ഗോഡൌൺ പോലെ സൂക്ഷിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിന്റെ അടിയിൽ കസേരയിലേക്ക് ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനം അത് ഒരു പാർക്ക് പോലെ പരിഗണിച്ചാൽ നല്ലതായിരിക്കും. നമ്മുടെ ഈ കൊട്ടാരക്കടവിൽ ഇപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം തൊട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ആ ടാങ്കിലേക്ക് പമ്പിങ് നടത്തുന്നത്. അതിലെന്തെങ്കിലും തടസ്സം വന്നാൽ മാത്രമേ നമ്മുടെ ഇവിടുന്ന് പമ്പ് ചെയ്ത് അവിടെ ശുചീകരിച്ച് കൊടുക്കുന്നു. ഇപ്പൊ ഡയറക്റ്റ് അവിടെ ശുചീകരിക്കുന്ന വെള്ളം നേരിട്ട് നമ്മുടെ ഹൈസ്കൂളിന്റെ ടാങ്കിൽ കയറ്റിയാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എല്ലാ മേഖലയിലും കിട്ടുമെന്ന് വെച്ചാൽ കിട്ടുന്നതില്ല. ഞങ്ങളുടെയൊക്കെ മേഖലയിൽ കുടിവെള്ളത്തിന് വലിയ പ്രശ്നമാണ്. ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെങ്കിൽ നേരത്തെ വൈസ് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഇവിടെ ഒരു DPR തയ്യാറാക്കിയിട്ടുണ്ട്. PWDയുടെ വാട്ടർ അതോറിറ്റിയുടെ PH വിങ് ഒരു DPR ഞങ്ങൾ 2010-15 കാലഘട്ടത്തിൽ DPR അന്ന് വൈസ് ചെയർമാനായിരുന്ന ശ്രീ S. ബിജു ഉൾപ്പെടെ വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഒരു DPR തയ്യാറാക്കി. ആ DPR തയ്യാറാക്കിയത് ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്ത് കിഫ്ബിയിൽ നിന്നെങ്ങാണം അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിപ്പിച്ച് മാത്രമേ ശാശ്വതമായിട്ടുള്ള പരിഹാരം നടത്താൻ നമുക്ക് പറ്റത്തുള്ളൂ. അത് പെട്ടെന്ന് 1 വർഷം അല്ല 2 വർഷം കൊണ്ട് പറ്റുന്നില്ല. നിലവിലുള്ള പ്രൊജക്റ്റ് മാറ്റി ഒരു പുതിയ പ്രൊജക്റ്റാണ്, ആധുനികമായിട്ടുള്ള ശുചീകരണ പ്ലാന്റാണ് ഇപ്പൊ നടത്തുന്നത്. പഴയത് അവിടെ ശുചീകരണ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടല്ലേ, നിങ്ങളൊക്കെ പോയിട്ടുള്ളല്ലേ, അവിടെ ആലമൊക്കെ ഇട്ട് പാറയൊക്കെ ഇട്ട് കരിയൊക്കെ ഇട്ടുള്ള ശുചീകരണം. ആധുനിക പ്ലാന്റിൽ അങ്ങനെയുള്ള വളരെ ആധുനികമായിട്ടുള്ള ശുചീകരണ പ്ലാന്റാണ്
അത് നമുക്ക് ഈ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ തന്നെ ശാശ്വതമായിട്ടുള്ള കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് ആവശ്യമായിട്ടുള്ള ആ DPR ഗവൺമെന്റ് തലത്തിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നടപ്പാക്കണം. അതിനാവശ്യമായിട്ടുള്ള പിന്തുണ നിങ്ങളുടെയും കൂടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇവിടെ നമ്മുടെ ഈ പാലത്തിന് സൈഡിലൂടെ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട്. അതിന്റെ ആ ജോയിന്റ് എല്ലാ പ്രാവശ്യവും ലീക്കായി പോകാറ്. യഥാർത്ഥത്തിൽ നല്ല ലെങ്ത് ഉള്ള പൈപ്പ് ലോകത്ത് എല്ലായിടത്തും കിട്ടും. ഇവിടെ നമ്മുടെ നാട്ടിലും കിട്ടും. അത് മാക്സിമം ഒരു 10 അടി അകലമുള്ള 2 പൈപ്പ് വീണ്ടും ജോയിൻ ചെയ്ത് അതിനാണ് ഗ്യാസ്കറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. ആ ഗ്യാസ്കറ്റ് മിക്കവാറും ലീക്കായി വെള്ളം പുറത്തു പോകുന്ന സാഹചര്യമാണ്. അവരുമായി ബന്ധപ്പെട്ടാൽ ഫുൾ ലെങ്ത് പൈപ്പ് ജോയിൻ ചെയ്ത് വെൽഡ് ചെയ്ത് നല്ല വെട്ടർമാരെ കൊണ്ട് വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് ആ ഗ്യാസ്കറ്റ് അങ്ങേറ്റം ഇങ്ങേറ്റം ഇട്ട് ടൈറ്റ് ചെയ്ത് വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇവിടെ ഇരുന്നത് ഏറ്റവും ലോക്കൽ ഗ്യാസ്കറ്റ് കിട്ടാണ് ഈ ജോയിന്റ് ടൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ ലീക്ക് എല്ലാ പ്രാവശ്യം ഉണ്ടാവും. അടിയന്തരമായി ഇടപെടണം. ആ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടായാൽ നമുക്ക് കുറെ വെള്ളം ലീക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് നഗരസഭ പറയാത്തൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഹോമിയോ ഹോസ്പിറ്റൽ പണി പൂർത്തിയായി കിടക്കും. ഷിഫ്റ്റിംഗ് ഒന്നും ആയിട്ടില്ല. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ കാലാകാലങ്ങളിൽ ഒരു സംഗതി നടക്കാം. നമ്മുടെ പമ്പിംഗ് ലെവലിന് താഴെ പോകുമ്പോഴേക്കും ഒരു താൽക്കാലിക തടയണം നിർമ്മിക്കും. എല്ലാ വർഷവും അത് ഇനി എന്തായാലും താൽക്കാലിക അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഉച്ചഭക്ഷണം ഇമ്പീരിയൽ കിച്ചൺ ഏർപ്പാട് 2021 തുടങ്ങി 2005 തീരത്തൊക്കെ വികസനം നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ മാധ്യമ പ്രവർത്തകരുടെ നന്ദി വാക്ക് പറയാൻ ഒരു സെക്കൻഡ്, ഈ മിനി ഹൈവേ പറഞ്ഞല്ലോ 9 മീറ്റർ വീതിയല്ലേ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അക്വയർ ചെയ്യേണ്ടി വരുമോ? അത്രയും പുറമെ പോകണം. ചിലയിടത്ത് അക്വയർ വരും. അതിനുള്ള ഫണ്ട് കൂടെ അതിനാണ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. കിഫ്ബിയിൽ അനുവദിക്കാൻ മാർക്കറ്റ് തുക കൊടുക്കുമോ? അവിടെ ഇപ്പോഴുള്ളവരെ പുതിയ കൗൺസില് നിലവിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനമാണ് ഇതിപ്പോൾ ഇവിടെ നടന്നത്. തീർച്ചയായും കുറച്ചുപേർ അസൗകര്യം കാരണം എത്താൻ സാധിച്ചില്ല. എങ്കിൽ കൂടി ഇത്രയും പേരിവിടെ എത്തിച്ചേർന്നു. ഇത് വളരെ ആശയവിനിമയം മാധ്യമങ്ങളുമായി വളരെ വ്യക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് പുനലൂർ നഗരസഭയ്ക്ക് ഏറ്റവും ഭംഗിയായി മുൻപ് വർഷങ്ങളെ പോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഓരോ വാർത്താ സമ്മേളനങ്ങൾ ഇതുപോലെ വിളിക്കുകയും അതുപോലെ പ്രധാനപ്പെട്ട കൗൺസിലുകൾ കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുകയും അപ്പൊ കോവിഡ് അല്ല അത് ടെക്സ്റ്റ് ഫയലാക്കി അയച്ചാൽ മതി. അപ്പൊ എല്ലാവരും എടുത്തോളും. അപ്പൊ ആ കാര്യങ്ങളിൽ എല്ലാ ആശംസകളും എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് നന്ദി. എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഉള്ളത് നമ്മൾ തെറ്റ് പറയല്ല. കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് വാർത്തകൾ സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കാര്യങ്ങൾ എത്തിക്കും. ഓക്കെ, അത് വേറെ ചെയ്യരുത്. അല്ലാതെ അപ്പം എല്ലാവർക്കും ഉച്ചഭക്ഷണം ഇമ്പീരിയൽ കിച്ചണിൽ